എൻ്റെ പേര് മുരളി. നിങ്ങളുടെ മുന്നിൽ ഇവിടെ ആയിരിക്കുന്നത് ദൈവം എന്നെക്കുറിച്ചുള്ള ആ വിളിയെക്കുറിച്ച് നിങ്ങളോട് അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ വ്യത്യസ്ത നിലകളിൽ ദൈവം മനുഷ്യനെ വിളിച്ചതായിട്ട് തിരുവചനം വായിക്കുന്നു. എന്നെ സംബന്ധിച്ച്, എൻ്റെ വിളിയെ സംബന്ധിച്ച് എൻ്റെ 24-ാമത്തെ വയസ്സിലാണ് ഈ കർത്താവിൻ്റെ ഈ വിളിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. എൻ്റെ സ്വന്തം സ്ഥലം കോട്ടയം ജില്ലയിൽ പാലായിക്കടുത്ത് ചേർപ്പുങ്കൽ എന്ന് പറഞ്ഞതായ ഒരു ഹൈന്ദവ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ഞങ്ങൾ 7 മക്കളാണ്, 5 പെണ്ണും 2 ആൺമക്കളും. എൻ്റേതായ സമാധാനമില്ലാത്തതായ ഒരവസ്ഥയിൽ പോകുന്ന സമയത്താണ് എൻ്റെ 24-ാമത്തെ വയസ്സിൽ എനിക്ക് ജോലി അന്ന് വർക്ക്ഷോപ്പിലായിരുന്നു. ഞങ്ങളുടെ ദേശത്ത് ഹൈന്ദവരും കത്തോലിക്കരും തിങ്ങിപ്പാർക്കുന്ന ദേശമാണ്. അവിടെ പെന്തക്കോസുകാരില്ല, CSIക്കാരില്ല, മർത്തോമക്കാരില്ല, ഇവാഞ്ചലിസ്റ്റുകാരില്ല. സത്യവേദം പുസ്തകം കൊണ്ടുവന്ന ഒരു മനുഷ്യനെയും കണ്ടിട്ടില്ല. എൻ്റെ 8ാം ക്ലാസ്സിൽ തന്നെ പഠനം നിർത്തേണ്ട സാഹചര്യം കടന്നു വന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് എൻ്റെ പഠനം നിർത്തി വർക്ക്ഷോപ്പ് പണിയിൽ ചെന്ന് ചാടുവാനിടയായി. അവിടെ വെച്ചാണ് ലോകപ്രകാരമുള്ള മദ്യപാനവും ലോകത്തിൻ്റെ ഇമ്പത്തിലെല്ലാം മുന്നോട്ട് പോയി. അങ്ങനെ സമാധാനമില്ലാതെ എന്ത് ചെയ്യണം, ആത്മഹത്യ ചെയ്യാൻ ഹൃദയത്തിൽ ഇങ്ങനെ തീരുമാനമെടുത്തു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നത് നല്ലത്. എൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു ഹൈന്ദവ സഹോദരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എടാ, നിനക്ക് 5 പെങ്ങളും അനുജനും ഉള്ളതല്ലേ, അപ്പോൾ നീ ഇങ്ങനെ ആത്മഹത്യ ചെയ്താൽ അത് നിൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു ഭാരമായി തീരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ശരിയാണല്ലോ, എന്നാൽ ആത്മഹത്യ ചെയ്യുന്നില്ല ഞാൻ തീരുമാനിച്ചു. ആ സമയം മുതൽ എന്നോട് ആരോ ഇങ്ങനെ ഹൃദയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നീ എന്തിനാടാ ജീവിക്കുന്നത്, ആത്മഹത്യ ഇടാ, നീ ഒരു ബസ്സിൻ്റെ മുന്നിൽ ചാടറ, അല്ലെ വിഷം കുടിക്കണം, അല്ലെങ്കിൽ നീ ഒരു കയറ് കെട്ടി തൂങ്ങിച്ചാട്, അല്ലെങ്കിൽ നീ ട്രെയിന് മുന്നിൽ ചാട്. ഇങ്ങനെ ആരോ എൻ്റെ ഹൃദയത്തോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു, വേണ്ട 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 എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ വർക്ക്ഷോപ്പ് പണി കഴിഞ്ഞു വൈകുന്നേരം ഞങ്ങളുടെ അടുത്തുള്ളതായ ഒരു ഫ്രണ്ട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ലൈബ്രറിയുടെ അവിടെ നിന്ന് ഞാൻ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുക്കൽ റോമൻ കത്തോലിക്കനായ ഒരു വ്യക്തി വന്ന് എന്നോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത്, ഈ മനുഷ്യൻ എന്തിനാ എന്നോട് നല്ല കാര്യം പറഞ്ഞ്, അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഞാൻ സിഗരറ്റ് ഇങ്ങനെ അതിൻ്റെ പുക ഊതി എങ്ങനെയാലും രക്ഷപ്പെട്ടോട്ടെന്ന് വെച്ചോണ്ട്. അദ്ദേഹം പോകുന്നില്ല. എല്ലാ ദിവസവും ഞാൻ വർക്ക്ഷോപ്പ് പണി കഴിയുമ്പോൾ എൻ്റെ അടുക്കൽ വന്ന് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കണം, അദ്ദേഹത്തെ ഒരു ബഹുമാനം തോന്നി. ഇദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ സിഗരറ്റ് വലിക്കാറില്ല. അപ്പോൾ അദ്ദേഹവുമായി കൊണ്ട് നല്ലൊരു ആത്മബന്ധം വരുവാനിടയായി. അദ്ദേഹം എന്നോട് ചോദിച്ചു, മുരളി, നീ എന്തിനാണ് ഇങ്ങനെ മദ്യപിക്കുന്നത്, പുകവലിക്കുന്നത്, ഇതെല്ലാം ചെയ്യുന്നത് എന്നോട് ചോദിക്കുവാനിടയായി. അപ്പോൾ ഞാൻ ആ സമയം എന്നോട് കാര്യങ്ങളെക്കുറിച്ച് പറയാനിടയായി. അദ്ദേഹം എന്നോട് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാനിടയായി. അങ്ങനെ അദ്ദേഹം വായിക്കണം നല്ലൊരു ബന്ധമുണ്ടായി. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ എന്തിനാ കാൽവരി ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മുരളി, മുഴുവൻ ലോകത്തിൻ്റെ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുവനായി ഭൂമിയിൽ അവതരിച്ച യേശു ക്രിസ്തുവാണ്, പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ മറ്റു മാർഗമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞാലും എനിക്കത് അത്രമാത്രം വിശ്വസിക്കാൻ പറ്റിയില്ല. എങ്കിലും അദ്ദേഹം എന്നോട് പറഞ്ഞു, മുരളി, നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് രാത്രിയിൽ നീ പോയി കിടക്കുമ്പോൾ നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഒന്ന് വിശ്വസിക്കുക. ഇന്ന് മുതൽ കർത്താവേ, നിൻ്റെ ഒരു മകനായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നീ അങ്ങനെ ഏറ്റു പറയാൻ പറഞ്ഞു. ഇന്ന് മുതൽ നിനക്ക് സമാധാന സന്തോഷവും യേശുവിലൂടെ നിത്യജീവൻ പ്രാപിക്കാൻ ഇടയാകുമെന്ന് പറഞ്ഞു. അപ്രകാരം ഞാൻ വീട്ടിൽ ചെന്ന് മണ്ണെണ്ണവിളക്കെല്ലാം അണച്ചതിന് ശേഷമായി ഞാൻ ഇരുട്ടത്ത് കരം കൂപ്പിക്കൊണ്ട് ഇങ്ങനെ കണ്ണടച്ച് ഞാൻ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ ഉടനെ കണ്ണ് തുറന്നു. അപ്പോൾ നമുക്ക് കൂരിട്ട്, അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ചിരിക്കാനിടയായി. അപ്പോൾ ആ സമയത്താണ് എന്നോട് ആരോ പറഞ്ഞു, നീ എന്താണ് എന്നെ പരിഹസിക്കുകയാണെന്ന് ചോദിച്ചു. ആ സമയം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ആ ഇരുട്ടത്തിൽ ഞാനിങ്ങനെ കൈ കൂപ്പുവാനിടയായി. എന്നിട്ട് ഞാൻ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചു, യേശുവെ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശുവെ നീ ക്രൂശിൽ മരിച്ച് എന്നെ വിശ്വസിക്കുന്നു, നിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുന്നത്. ഇത്രയും ഞാനിങ്ങനെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച ആ സെക്കൻഡിൽ തന്നെ 24 വർഷം ഞാൻ ക്ഷേത്രങ്ങൾ, പള്ളികളിലൊക്കെ പോയിട്ട് ലഭിക്കാഞ്ഞ സമാധാനം ആ ഒരു സെക്കൻഡിൽ എനിക്ക് അനുഭവിച്ചറിയാൻ വലിയൊരു ഭാരം എൻ്റെ നീങ്ങിപ്പോകുന്ന അനുഭവമുണ്ടായി. ഞാൻ ആരെയും പ്രയാസപ്പെടുത്താം എന്ന് വിചാരിക്കരുത്. എൻ്റെ ജീവിതത്തിൽ 2 ക്ഷേത്രങ്ങളിൽ 3 പ്രാവശ്യം ശൂലം കുത്തുകയും അതുപോലെ അടുത്തുള്ളതായ വലിയൊരു കത്തോലിക്ക പള്ളിയിൽ 3 വർഷം ഞാൻ മുട്ടയിൽ നീന്തി. 1 വർഷം മുട്ടയിൽ നീന്തിയാൽ 3 കാര്യം സാധിക്കും. എന്തിനാണ് നീന്തി ചോദിച്ചാൽ, എൻ്റെ പിതാവിൻ്റെ മദ്യപാനം, ഞങ്ങൾ സന്ധിധാമം ചൊല്ലിക്കൊണ്ടിരുന്നതായ സമയം ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ പിതാവ് കത്തിച്ചു വെച്ച നിലവിളക്ക് വലിച്ചെറിയുകയും അതുപോലെ അമ്മയെ ഉപദ്രവിക്കുകയും ചെയ്ത് അതിനുവേണ്ടി പ്രതിശാന്തിക്ക് വേണ്ടിയിട്ട് ശബരിമല പോകുകയും കെട്ടുനിറയൊക്കെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടു വളർന്ന ഒരു വ്യക്തിയായിരുന്നു.
എന്നാൽ സംബന്ധിച്ച് ആ കർത്താവായ യേശുവിൻ്റെ ആ സ്നേഹം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാകുവാൻ ഇടയായി. അദ്ദേഹം പറഞ്ഞ സുവിശേഷം അത് അനുസരിക്കുവാൻ തുടങ്ങി. അങ്ങനെ മദ്യപാനം, പുകവലിയിൽ നിന്നെല്ലാം എനിക്ക് വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും അതിനുവേണ്ടി ആഗ്രഹിച്ചു. ഒരു ദിവസം ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, അവസാനം സിഗരറ്റും ഇതെല്ലാം കൂടെ കൊണ്ടുപോയി രാത്രി 11:55 ദൂരെ കളഞ്ഞു. അതിനുശേഷമായി ഇനി ഒരിക്കലും അത് ഉപയോഗിക്കുന്നില്ല തീരുമാനിച്ചു. പക്ഷേ പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം എനിക്കതിൽ നിന്നും മോചനം പ്രാപിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു ദിവസം രാവിലെ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാനിങ്ങനെ കണ്ണീരോട് പറഞ്ഞു, കർത്താവേ, എനിക്കിതിൽ മോചനം ആഗ്രഹമുണ്ട്. കർത്താവ് യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ ഹൃദയം കൊണ്ടിങ്ങനെ പ്രാർത്ഥിച്ചു. ആ സമയം എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുവാനിടയായി. പിന്നീട് ഞാൻ പോയി മദ്യപിച്ചു, പുകവലിക്കാൻ നോക്കിയിട്ട് ഒന്നും എനിക്ക് എൻ്റെ ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. ഒരു കാര്യം പറയാം, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയാം, മദ്യപാനം, മയക്കുമരുന്ന്, ഇതിനു പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവിൻ്റെ വലിയ സ്വാധീനമുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. പക്ഷേ അതിൽ നിന്ന് ഞാൻ എത്ര നോക്കിയാലും എനിക്കതിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. എന്നാൽ രക്ഷപ്പെടുവാൻ വചനം ഇങ്ങനെ പറയുന്നു, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആ നാമം വിളിച്ചപേക്ഷിച്ച ആ നിമിഷം തന്നെ കർത്താവായ യേശുക്രിസ്തു എനിക്കിതിൽ നിന്നെല്ലാം വിടുതൽ തരുവാനിടയായി. അതിനുശേഷമായി എന്നെ സംബന്ധിച്ച് എല്ലാ ദിവസവും സന്ധ്യാസമയം വീട്ടിൽ വരികയും ബൈബിൾ ഞാനിന്ന് വായിക്കാൻ തുടങ്ങി. എൻ്റെതായി മാറ്റം കണ്ടുകൊണ്ട് എൻ്റെ സഹോദരിമാർ ചോദിച്ചു, ഇവൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കരമായൊരു മാറ്റമുണ്ടായി. ബൈബിൾ ഇങ്ങനെ പറയുന്നു, 2 കൊരിന്ത്യർ 5:17 വായിക്കുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതിയതായി തീർന്നിരിക്കുന്നു. അപ്രകാരം എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും മാറ്റമുണ്ടായി. ഞാൻ ഒന്ന് പറഞ്ഞ് രണ്ടാമതെന്നരെ ഒന്നെങ്കിൽ സൗകര്യമാരെ ചീത്ത പറയും. അതുപോലെ അവർ തയ്ച്ച് കിട്ടുന്നത്, ട്യൂഷൻ കിട്ടുന്ന പൈസയൊക്കെ എടുത്തുകൊണ്ട് അത് ഞങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും, അതുപോലെ അവർ എന്നെ പിടിക്കാൻ വരുമ്പം എൻ്റെ സഹോദരിമാർ 5 പേരും അനുജനോട് കൂടിക്കേണ്ട എന്നെ പിടിക്കും. അപ്പോൾ അവരെ ഞാൻ തലമുടുക്കത്തിന് പിടിച്ച് ഇടിക്കുകയൊക്കെ ചെയ്യുന്നൊരു അവസ്ഥയായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്നെ സംബന്ധിച്ച് യേശുവിനെ രക്ഷകനും കർത്താവും നാഥനുമായി സ്വീകരിച്ച ആ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകാനിടയായി. ഞാൻ എൻ്റെ സഹോദരിമാരെയും അനുജനെയൊക്കെ ഉപദ്രവിച്ചതോർത്ത് ഞാൻ അവിടെ പലപ്പോഴും ഇരുന്ന് ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം പറയാം പ്രിയപ്പെട്ടവരെ, ഇന്നല്ലെങ്കിൽ നല്ല ശതമാനം മനുഷ്യൻ പാപം ചെയ്യുന്ന, മദ്യത്തിനും മയക്കുമരുന്നിനായി ജീവിക്കുന്ന ഓരോ വ്യക്തികളെക്കുറിച്ച് പറയാം. അവരെ നിയന്ത്രിക്കുന്ന മറ്റൊരു അദൃശ്യ ശക്തിയുണ്ട്. ഈ ലോകത്ത് 2 വിധ ശക്തികളെക്കുറിച്ച് നാം വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നു. ഒന്ന് ദൈവാത്മാവിൻ്റെ ശക്തിയും, രണ്ടാമത് ദുരാത്മാവിൻ്റെ ശക്തി. ദൈവാത്മാവ് എപ്പോഴും മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നതാണ്. എന്നാൽ ദുരാത്മാവിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നതാണ്. ദൈവത്തിൻ്റെ തിരുവചനം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവം വസിക്കുന്നത് ഒരു കെട്ടിടത്തിലോ മറ്റു ഭൗതിക വസ്തുക്കളോ ഒന്നുമല്ല എന്ന് എനിക്ക് മനസ്സിലായി. ദൈവം വസിക്കുന്നത് നമ്മിൽ ഓരോരുത്തരും മനുഷ്യരിലാണ്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ രൂപത്തിൽ, സാദൃശ്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് വേദപുസ്തകം വിളിച്ചു പറയുന്നു. അപ്രകാരം ഞാൻ പുതിയ നിയമം വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? എൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കും. അപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്നെല്ലാം എനിക്കൊരു വിടുതൽ പ്രാപിക്കുവാനിടയായത്. അതുതന്നെയല്ല, എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി. 1989 ഞാൻ രക്ഷിക്കപ്പെട്ടു. അതുപോലെ 90 സ്നാനപ്പെട്ടു, 91 അഭിഷേകം പ്രാപിച്ചു, 94 അത് ബൈബിൾ സ്കൂൾ പഠിക്കുവാനിടയായി, 95 വിവാഹം കഴിക്കുവാനിടയായി. പ്രിയപ്പെട്ടവർ, എൻ്റെ ജീവിതത്തിലെ മാറ്റത്തിലൂടെ ഞാൻ മാത്രമല്ല, വീട്ടിൽ സമാധാനം. എൻ്റെ അമ്മയും എൻ്റെ 2 സഹോദരിമാരും ഈ രക്ഷാമാർഗത്തിൽ കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, അതുപോലെ എൻ്റെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവിൻ്റെ തിരുവചനം എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും, ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ വായിച്ചു തീർത്തു. അതിനുശേഷമായി എൻ്റെ അകത്ത് വലിയ തീ പിടിച്ച പോലെ ആരോടെങ്കിലും സുവിശേഷം പറയണം. അങ്ങനെ ഞാൻ കണ്ടവരോടുള്ള സുവിശേഷം പറഞ്ഞു. അങ്ങനെ കൃപയാൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ദേശത്തുള്ള അനേക ചെറുപ്പക്കാർ എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യത്തിലൂടെ കപ്പ്യാരന്മാരായിട്ടുള്ള, അതുപോലെ കന്യാസ്ത്രീയായ ഒരു വ്യക്തി, അതുപോലെ പള്ളിയിൽ അച്ഛനാകാൻ പോയവർ, അവരെയൊക്കെ വീട്ടിൽ കടന്നു പോവുകയും, ഞാൻ മാത്രമല്ല, എന്നോട് സുവിശേഷം പറഞ്ഞ ഫിലിപ്പ് എന്ന് പറഞ്ഞ അദ്ദേഹം എന്നോട് സുവിശേഷം പറയാനിടയി. അത് നിമിത്തമാണ് ഞാൻ ഈ രക്ഷാമാർഗത്തിൽ കടന്നു വന്ന് ഞങ്ങൾ 2 പേരും അങ്ങനെ പലരോടും പോയി സുവിശേഷം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അനേകരും ഈ രക്ഷാമാർഗത്തിൽ കടന്നു വരുവാനിടയായി. എൻ്റെ അമ്മയും സഹോദരിമാരും ഈ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപയിൽ ജീവിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ ദേശത്ത് അനേക എതിരായി. ഞാൻ മദ്യപിച്ചും അല്ലെങ്കിൽ പുകവലിച്ചും ചീത്ത പറഞ്ഞു
പറഞ്ഞുമൊക്കെ നടക്കുന്നതായ സമയം നാട്ടുകാർക്കെല്ലാം എന്നെ വലിയ സ്നേഹമായിരുന്നു. എന്നാൽ ഇതെല്ലാം നിർത്തിക്കഴിഞ്ഞ് ഒരു ദിവസം എൻ്റെ അടുത്തുള്ളൊരു കൂട്ടുകാരൻ അതിൽ വഴിയെ നടന്നു പോകുന്നതായ സമയം വീട്ടിൽ നിന്ന് കസേരയും ബെഞ്ചും എല്ലാം ഞങ്ങളുടെ അടുത്തുള്ളതായ തുണ്ടിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇതെന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു. എൻ്റെ പിതാവ് വല്ല ഇങ്ങനെ നശിപ്പിച്ചതാണെന്നാണ് എല്ലാവരും ഓർത്തുകൊണ്ടിരുന്നത്. അല്ല, എൻ്റെ സഹോദരൻ കാണിച്ച പരിപാടിയാണെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് നരഭോജിയെ നരസ്നേഹിയാക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം ഏറ്റവും കൂടുതൽ സമാധാനവും സന്തോഷവും ഉണ്ടായത് എൻ്റെ ഭവനത്തിലാണ്. ഏറ്റവും കൂടുതൽ സമാധാനമുണ്ടായത് അവരെന്നെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവവചനം പഠിച്ചതിന് ശേഷമായി ഞാൻ വിവാഹം കഴിച്ചു. ഞാൻ വിവാഹം കഴിച്ച കോട്ടയത്ത് തിരുവഞ്ചൂർ എന്ന് പറഞ്ഞതായ സ്ഥലത്ത് ഒരു നായർ കുടുംബത്തിൽ 40 നായന്മാർ താമസിക്കുന്ന ആ കുടുംബത്തിൽ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ആ സഹോദരി പാവപ്പെട്ട ഒരു കുടുംബത്തിലെ സഹോദരിയായിരുന്നു. ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഏറ്റവും താഴ്ന്ന കുടുംബത്തിൽപ്പെട്ടെന്ന്, അല്ലെങ്കിൽ സാമ്പത്തികമില്ലാത്ത ഒരു സഹോദരിയെ വിവാഹം കഴിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ വിവാഹം കഴിച്ചു. കർത്താവിൻ്റെ വേലയോടനുബന്ധിച്ച് ഞങ്ങൾ തമിഴ്നാട് നീലഗിരി എന്നതായ സ്ഥലത്ത് 3 വർഷം സഭയുടെ ശുശ്രൂഷകനായിരിക്കുവാനിടയായി. അതിനുശേഷം കേരളത്തിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സുരേഷ് ബാബു എന്ന ദൈവദാസൻ അനേക ദൈവദാസന്മാരുടെ ആലോചന പറഞ്ഞ പ്രകാരം കേരളത്തിലേക്ക് വരികയും ഞങ്ങളായിരുന്നതായ പാലാ ദേശത്ത് പാർത്തുകൊണ്ട് ആ ദേശത്ത് പ്രവർത്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നോടുള്ള ദൈവിക വാഗ്ദത്ത പ്രകാരം തെക്കൻ നാട്ടിലേക്ക് ദൈവം അയക്കുമെന്ന് പറഞ്ഞു. അപ്രകാരം പ്രിയപ്പെട്ടവരെ, ട്രിവാൻഡ്രം പട്ടണത്തിൽ വരുവാനിടയായി. 2007 ട്രിവാൻഡ്രം പട്ടണത്തിൽ വന്ന് അതിനുശേഷം 1 വർഷമോളം തന്നെ കർത്താവിൻ്റെ ദാസൻ കെ എബ്രഹാം പാസ്റ്ററോട് ചേർന്ന് ടീമിൻ്റെ പ്രവർത്തിക്കുകയും അതിനുശേഷമായി ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ ടീം പ്രവർത്തനമായിട്ട് കടന്നു പോകുവാനിടയായി. ഞാനിവിടെ ട്രിവാൻഡ്രത്തെ സഭാചാർജുമായിക്കൊണ്ടാണ് വന്നത്. അതിനുശേഷം ട്രിവാൻഡ്രത്തിൻ്റെ പലതായ സ്ഥലങ്ങളിൽ പരസ്യയോഗങ്ങളിലുമെല്ലാം നടത്തുവാനായിട്ട് ഇടയായി. ഞാനിപ്പോൾ സന്ദേശം അറിയിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ജയൻ പാസ്റ്റർ ഞങ്ങൾ ടീമായിട്ട് തന്നെ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഓരോ സ്ഥലങ്ങളിലും തിരുവനന്തപുരം ഒട്ടുക്കുന്ന പല സ്ഥലങ്ങളിലും കർത്താവ് യേശു ക്രിസ്തുവിനെ അറിയിക്കുവാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുവചനമാണ്. നമുക്കറിയാം, തിരുവചനം വായിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മളവിടെ വായിക്കുന്നു. സക്കായിയെക്കുറിച്ച് വായിക്കുന്നു. സക്കായിക്ക് ഒരാഗ്രഹമുണ്ട്, യേശുവിനെ കാണണം. എന്നാൽ യേശു എന്നെ കാണണ്ട, താൻ പൊക്കം കുറവുള്ളവനായതുകൊണ്ട് താൻ ഓടുകയാണ്. അവൻ ഓടിക്കൊണ്ട് ഒരു കാട്ടത്തിന്മേൽ കയറി. എന്നാൽ സ്തോത്രം, മറ്റു ശിഷ്യന്മാരാരും അറിഞ്ഞില്ല. യേശു വന്നാൽ ആ സക്കായിരുന്നതായ ആ കാട്ടത്തിയുടെ അടുക്കൽ വന്ന് നേരെ മുകളിലേക്ക് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങിയ, ഇന്ന് ഞാൻ നിൻ്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. അപ്രകാരം നമ്മളവിടെ വായിക്കുന്നു. സക്കായിയോട് പറഞ്ഞു, ഞാനിതിൻ്റെ വീട്ടിൽ പാർക്കണമെന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ സക്കായി പാപബോധമുള്ള സക്കായി പറയുകയാണ്, ഞാൻ ചതിവായി ആരോടെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ 4 മടങ്ങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെയാണ് പ്രിയപ്പെട്ടവർ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എനിക്ക് സമാധാനം, ദേശത്ത് സമാധാനം. ഏറ്റവും കൂടുതൽ നാട്ടുകാർ ഇപ്പോഴും തന്നെ പറയും, ഞാനിങ്ങനെ മാറ്റം വരുമോ എന്ന് തന്നെ. എൻ്റെ അനുജൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ അനുജനോട് പറഞ്ഞു, നിങ്ങളുടെ ഈ മതമെല്ലാം വിട്ട് അവൻ മറ്റൊരിതിലേക്ക് പോയല്ലോ എന്ന് പറഞ്ഞു. ചിലർ, എൻ്റെ അച്ഛൻ പറഞ്ഞത്, എടാ ഇവനിപ്പോൾ ഇവിടെ വലിയ പള്ളിയുണ്ട്, ഇവന് പള്ളിയിൽ പോകാൻ മേലെ ഇങ്ങനെയുള്ള ആൾക്കാരെ എടുക്കൽ പോകുന്നത് എന്താണ്? പ്രിയപ്പെട്ടവർ, ഒരു കാര്യം പറയാം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പട്ടുമെത്തയല്ല. എൻ്റെ ജീവിതത്തിൽ ദൈവം പഠിപ്പിച്ചു. ഒത്തിരി പരിശോധനകൾ കടന്നുപോയി. എൻ്റെ മകനുണ്ടായി കഴിഞ്ഞപ്പം ഒരു 3 രൂപയുടെ ബിസ്ക്കറ്റിന് പോലും തന്നെ എൻ്റെ ജീവിതത്തിൽ ഭാരപ്പെട്ട ഒരു സമയമുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിലെല്ലാം ആരോടും ചോദിക്കാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി. ദൈവവചനം ഇങ്ങനെ പറയുന്നു, നാം ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയാൽ ഒരു മനുഷ്യൻ്റെ മുന്നിൽ മുട്ടുകുത്തുവാൻ ദൈവം അനുവദിക്കില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സകല വിഷയത്തിനും പരിഹാരം തരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഞാൻ ഓർക്കുന്നു, രക്ഷിക്കപ്പെട്ടതായ സമയം ക്യാൻസർ ബാധിച്ച വ്യക്തിക്ക് വേണ്ടി പോയി ഞങ്ങളൊരു പ്രാർത്ഥനാ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചു. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഡോക്ടർമാർ പറഞ്ഞു ഒരാഴ്ചത്തിൽ കൂടുതലും ആയുസില്ലെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ നിമിഷം ദൈവം അത്ഭുതം ചെയ്തു. അതുപോലെ എൻ്റെ അമ്മയെ സംബന്ധിച്ച് തന്നെ ഡോക്ടർമാർ ICUവിൽ കിടക്കുമ്പോൾ തന്നെ 3 മണിക്കൂറാണ് പറഞ്ഞത്. എൻ്റെ അമ്മ വീണ്ടും ഏകദേശം 7 വർഷം കൂടി ജീവിക്കുവാനിടയായി. അതിനൊക്കെ പിന്നിൽ കർത്താവായ യേശു ക്രിസ്തുവിലുള്ളൊരു വിശ്വാസമാണ്. യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ട 4 ദിവസമായ ലാസറിന് ജീവൻ നൽകിയ ആ ജീവൻ നൽകിയ ലാസറിന് ജീവൻ നൽകിയ ആ ദൈവം ഇന്ന് ജീവിക്കുന്നു എന്ന് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മരിച്ച എൻ്റെ അമ്മയ്ക്ക് ജീവൻ നൽകുവാൻ ഇടയായി. ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ച് സകല വിഷയത്തിനും പരിഹാരം നൽകുവാൻ ഏകരക്ഷകനും ഏകമാർഗവും യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരികയില്ല. പ്രിയപ്പെട്ടവർ, വേദപുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ദൈവവിളി കേട്ട് ഇറങ്ങിയ ഒത്തിരി പേരെക്കുറിച്ച് പറയുന്നുണ്ട്.
ആരെല്ലാം ദൈവശബ്ദം കേട്ടിറങ്ങിയോ അവരാരും ലജ്ജിക്കപ്പെട്ടിട്ടില്ല. 34 സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്ന് തിരുവചനം വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു കേവലം മനുഷ്യനല്ല, ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് നാം വേദപുസ്തകം വായിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുമോ അവർക്ക് പാപമോചനം നൽകുന്ന കർത്താവായ യേശു ക്രിസ്തു. ഒന്നാമത് പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ദൈവവചനം വായിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ ഹൃദയത്തോട് ഇടപെട്ടത് പിതാക്കന്മാർ ചെയ്യുന്ന അകൃത്യം 3ഉം 4ഉം തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും, എന്നാൽ എന്നെ ഭയപ്പെട്ട് എൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കും എന്നുള്ള ആ തിരുവചനം എൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടപ്പോൾ, ദൈവവചനം വായിച്ചപ്പോൾ അതിലൂടെ എനിക്കൊരു സത്യം മനസ്സിലായി. നിങ്ങളുടെ പാപം എത്രമാത്രം കടും ചുവപ്പായാലും അതിനെയെല്ലാം ഹിമം പോലെ വെളുപ്പിക്കുവാൻ മതിയായ ദൈവമാണ്. ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുവാനിടയായി. അതുപോലെ പുതിയ നിയമത്തിൽ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. നമുക്കറിയാമെന്ന് ലോകത്തിലതായ പലതായ കറകളുണ്ട്. നമ്മുടെ വസ്ത്രത്തിൽ കറകൾ പറ്റിക്കഴിഞ്ഞാൽ വാഴക്കറ, വട്ടക്കറ, ഇറച്ചിക്കറ ഇതെല്ലാം പറ്റിക്കഴിഞ്ഞാൽ അതിനുള്ള കെമിക്കൽസ് ഉണ്ട്. എന്നാൽ ഭൂമിയിൽ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പാപത്തിൻ്റെ കറ മാറ്റുവാൻ ഈ ലോകത്തിൽ ഒരു മരുന്നുകളുമില്ല. അത് വചനം വിളിച്ചു പറഞ്ഞു, അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാകുന്നു. പക്ഷേ ഒന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, നാം നമ്മുടെ പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുന്നെങ്കിൽ കർത്താവ് നമ്മുടെ പാപങ്ങളെ മോചിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അങ്ങനെ വിശ്വസ്തനും നീതിമാനുമായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ദൈവസ്നേഹത്തിൽ പറയുന്നു, യേശു ക്രിസ്തു ഒരു മതത്തിൻ്റെ ദൈവമല്ല. കർത്താവായ യേശുവിനെ ആര് വിളിച്ചപേക്ഷിക്കുമോ? 145 സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നു, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായ ദൈവമാകുന്നു. ദൈവത്തിന് മതമില്ല, ജാതിയില്ല. ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അവർ കർത്താവായ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ അവരെ രക്ഷിക്കുമെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുന്നത്. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു എന്ന് തിരുവചനം വായിക്കുന്നു. ഏകമനുഷ്യനായ ആദം ഹവ്വമാർ ചെയ്ത പാപം നിമിത്തം മുഴു ലോകവും പാപത്തിലായപ്പോൾ സകല മനുഷ്യനും പാപത്തിന് കീഴിലായി. അതുപോലെ മതങ്ങളും ഇതെല്ലാം ഉണ്ടായി. മനുഷ്യരെല്ലാം ചിതറപ്പെട്ടു പോയി. ലോകത്തിൻ്റെ നാനാഭാഗത്തും ചിതറപ്പെട്ടു പോയ മനുഷ്യനെ ഒന്നിപ്പിക്കുവാൻ വേണ്ടി ദൈവം തന്നെ കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ സ്ത്രീയുടെ സന്തതിയായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിക്കപ്പെട്ടതാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന് വേണമെങ്കിൽ ക്രൂശ് മരണം കൂടാതെ രക്ഷപ്പെടാമായിരുന്നു. യേശു ക്രൂശ് മരണം ഇല്ലാതെ ഭൂമിയിലെ മനുഷ്യൻ ഒരിക്കലും മോചനമില്ലായിരുന്നു. നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് 2 കള്ളന്മാരുടെ നടുവിൽ കർത്താവായ യേശു ക്രിസ്തു 3 ആണികളാൽ തൂക്കപ്പെട്ടു. എന്തിനു വേണ്ടി? എനിക്കും നിങ്ങൾക്കും വേണ്ടി. ഒന്നേ ചെയ്യാനുള്ളൂ, നമ്മൾ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടി മറ്റെന്തെങ്കിലും നമ്മൾ കൊടുത്തുകൊണ്ട് കാര്യമില്ല. പഴയ നിയമത്തിൽ വായിക്കുന്നു, കാളകളുടെ കോലാട്ടുകുട്ടന്മാരുടെ രക്തം കൊണ്ട് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പൂർത്തീകരണം വരുത്തുവാൻ കഴിയാതെ വന്നപ്പോൾ യേശു ക്രിസ്തു മുഴു മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. കടന്നു പോകുന്ന യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് സ്നാപയോഹന്നാൻ വിളിച്ചു പറയുന്നു, കണ്ടാലും ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, യഹൂദൻ്റെ എന്നല്ല, ലോകത്തിലെ സകല മനുഷ്യൻ്റെ, ഭൂമിയിലുള്ള സകല മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ദൈവം ഒരിക്കലായി മനുഷ്യനായി അവതരിച്ചതാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ മാത്രമേ പാപമോചനം നൽകുവാൻ കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ സത്യം ഗ്രഹിച്ചതെന്തെന്ന് ചോദിച്ചാൽ, സത്യവേദ പുസ്തകം തിരുവചനം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവം എന്നോട് ഇടപെട്ടു. എന്നെ രൂപാന്തരപ്പെടുത്തിയത് ദൈവത്തിൻ്റെ തിരുവചനമാണ്. ഞാനൊരു അത്ഭുതങ്ങളോ അടയാളങ്ങളോ കണ്ടുവന്ന വ്യക്തിയല്ല. ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്തുള്ള അത്ഭുതങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനിടയായി. ഞാൻ പറഞ്ഞല്ലോ, വർക്ക്ഷോപ്പിലായിരുന്നപ്പോൾ തന്നെ ചെയിൻ സ്മോക്കിംഗ് ആയിരുന്നു. അതുപോലെ ചാരായം കുടിയെല്ലാം ഞാൻ കുടിച്ച് ആത്മഹത്യ, മരിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്തിനാണ് ജീവിക്കുന്നത്? എൻ്റെ ശരീരമെല്ലാം തകർന്നു പോട്ടെ, അങ്ങനെ ജീവിച്ച വ്യക്തിയാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവമേ, ഇനി എന്നെ ഒന്നിനും കൊള്ളിയല്ല, എൻ്റെ ഈ ശരീരമെല്ലാം ഞാൻ തന്നെ അല്ലെങ്കിൽ നശിപ്പിച്ച് കളഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കലിങ്ങനെ എനിക്ക് ന്യൂമോണിയ ബാധിച്ച് ഞാൻ ചെരിഞ്ഞ് കിടന്നുകൊണ്ടാണ് രക്തം തുപ്പുമായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ പറഞ്ഞു, താൻ ബോധം കെടാതെ വന്ന ഒരു ഭയങ്കരമായി പോലുള്ളൂ. അതിനുശേഷം പറഞ്ഞു, ഇനി ഒരിക്കലും
ഒരിക്കലും നിങ്ങൾ മദ്യപിക്കരുതെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷവും ഞാൻ മദ്യപിച്ചു. ഞാൻ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവും നാഥനുമായി സ്വീകരിച്ചതിന് ശേഷം അതിനുശേഷം ഇന്നുവരെ എനിക്ക് മദ്യത്തിൻ്റെ അല്ലെങ്കിൽ മണം അടിക്കുമ്പോൾ, അതുപോലെ ഒരാൾ പുകവലിച്ചു പോകുമ്പോൾ എനിക്ക് മണം പോലും അടിക്കാൻ പറ്റത്തില്ല. അതുപോലെ എൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാനിടയായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും മയക്കുമരുന്നിനോ കഞ്ചാവിനോ മദ്യത്തിനോ അടിമകളായി ജീവിക്കുന്നെങ്കിൽ, അങ്ങനെ തലമുറകൾ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ദൈവത്തിന് ജാതി മതമൊന്നുമില്ല. നിങ്ങൾ വാസ്തവമായി നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ നിന്നുകൊണ്ട്, കർത്താവായ യേശുവേ എന്നെ സഹായിക്കണമേ, എൻ്റെ മകനെ രക്ഷിക്കണമേ, എൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ എൻ്റെ പിതാവിനെ മദ്യപാനം ഈ പാപ സ്വഭാവത്തെ ഞങ്ങളെ വിടുവിക്കണം, ഞങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയും ഐശ്വര്യവും തരണമേ എന്ന് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ സഹായിക്കും. അതുപോലെ അങ്ങനെയുള്ള ദൈവത്തിൻ്റെ ദാസന്മാരുണ്ട്, നിങ്ങൾ അവരെ വിളിച്ചാൽ മതി. ദൈവം നിങ്ങൾക്ക് വേണ്ടി, അവർ നിങ്ങളോട് വന്ന് ദൈവത്തിൻ്റെ തിരുവചനം അറിയിക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം അത്ഭുതം ചെയ്യും. എന്നെ സംബന്ധിച്ച്, എന്നോട് സുവിശേഷം പറഞ്ഞ കത്തോലിക്കനെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. അദ്ദേഹം എന്നോട് സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷം ഞാൻ കേൾക്കുകയും അതനുസരിച്ച് ദൈവത്തിൻ്റെ തിരുവചനം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുക എന്ന ദൈവത്തിൻ്റെ തിരുവചനമാണ്. അപ്രകാരം പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ആ കർത്താവായ യേശുവിനെ എനിക്ക് അന്വേഷിച്ച് കണ്ടെത്തുവാനിടയെ, അന്വേഷിപ്പിൻ കണ്ടെത്തുവിൻ മുട്ടുവിൻ തുറക്കും എന്ന് തിരുവചനം വായിക്കുന്നു. അപ്രകാരം എൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തിയ ആ കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളോട് അറിയിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. ആർക്കെങ്കിലും സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ നിങ്ങളായിരിക്കുന്ന കുടുംബത്തിൽ ദൈവം നിങ്ങളെ സഹായിക്കുവാൻ മതിയായ ദൈവമാണ്. ഞാൻ ഗ്യാരണ്ടി പറയുന്നു, ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈ നാമത്തിൽ നിങ്ങൾ ആശ്രയിക്കുക, ഈ നാമത്തിൽ വിശ്വസിക്കുക. കേൾവിക്കാരായ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. വചനം ഇങ്ങനെ പറയുന്നു, സ്വർഗ്ഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠമാകുന്നു. കർത്താവിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, ദൈവം സർവ്വശക്തൻ, സർവ്വജ്ഞാനി, സർവ്വവ്യാപിയാണ്. ആ സർവ്വജ്ഞാനിയെ സർവ്വശക്തനുമായ ദൈവം, നിങ്ങളുടേതായ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെപ്പോലും അറിയുന്ന ദൈവം എന്നാണ് വചനം പറയുന്നത്. ദൈവം സ്വർഗ്ഗത്തിലായിരിക്കുന്നെങ്കിൽ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യനെ മുഴുവൻ കാണുന്നു. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം നൽകുന്നു. സകല ജീവജാലങ്ങളെയും പരിപാലിക്കുന്ന ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. നിങ്ങൾ ഏതു ജാതിയിലോ ഏതു മതത്തിലോ പെട്ട വ്യക്തിയാണെങ്കിലും ശരി, നിങ്ങൾക്ക് വേണ്ടി സമാധാനം തരുന്ന ആ കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളത് ശ്രദ്ധ വെച്ച് നിങ്ങൾ കേൾക്കുകയും കർത്താവിൻ്റെ നാമം നിങ്ങൾ വിളിച്ചപേക്ഷിക്കുകയും ചെയ്ത ദൈവം നിങ്ങൾക്ക് സമീപസ്ഥനായ ദൈവമാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം മാറ്റം തന്ന ദൈവമാണ്. ഒരു രാത്രി ഞാൻ പറഞ്ഞല്ലോ, എന്നോട് സുവിശേഷം പറഞ്ഞ ആ രാത്രി ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് പാപമോചനം തന്നെ. ആ രാത്രിയിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് വലിയ ഭാരമെല്ലാം ഇറങ്ങിപ്പോയി. എനിക്ക് സ്വസ്ഥതയും സമാധാനമുണ്ടായി. അന്നു മുതൽ ഇന്ന് വരെ ആ കർത്താവ് എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് ദൈവം 3 മക്കളെയാണ് തന്നിരിക്കുന്നത്. ഒരു മോനും 2 മോളും. മോൻ എറണാകുളത്ത് ഒരു ദൈവത്തിൻ്റെ ദാസനോട് പഠിക്കും. ഞാൻ ദൈവത്തിൻ്റെ വചനം അറിയിക്കും, കൂടെ നിന്ന് ശുശ്രൂഷിക്കാൻ സഹായമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 പെൺമക്കളും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം ദൈവകൃപയിലാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് മക്കളെ ഓർത്ത് അല്ലെങ്കിൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ മക്കളും ഞാൻ അനുഗമിച്ച ഈ കർത്താവായ യേശുവിനെ അവരും അനുഗമിക്കാനിടയായി. എൻ്റെ മകൻ 10ൽ പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞ, ഇങ്ങനെ ഒരു പാസ്റ്ററുടെ മകനായി ജനിച്ചതിനേക്കാൾ ഞാൻ ഓർത്തിങ്ങനെ അപമാനമാണ്, ഇത്ര അപമാനം എന്ന് പറഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ നാമം അറിഞ്ഞ് ദൈവത്തിൻ്റെ വചനമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു നല്ലൊരു പിതാവിൻ്റെ ഒരു പാസ്റ്ററുടെ മകനായി ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് എനിക്ക് പ്രശംസയായിട്ടൊന്നും പറയാനില്ല. കർത്താവായ യേശു എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഒരു പാട്ടുണ്ട്, യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തുമാറ്റം വന്നു എന്നിൽ. എന്നാൽ യേശു വരുന്നതിന് മുമ്പ് എൻ്റെ സ്നേഹിതന്മാരെല്ലാം എന്നെ കാണുമ്പോൾ ഓടുമായിരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത് ചീത്ത പറയുമായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ അതുപോലെ വീട്ടിലാണെങ്കിൽ ഭക്ഷണം കൊണ്ടുവെക്കുമ്പോൾ തന്നെ എന്ത് കല്ലോ മുടി എന്തെങ്കിലും കൊണ്ട് അന്നേരം ചീത്ത പറയുമായിരുന്നു. എന്നെ രൂപാന്തരം നൽകിയത് ദൈവത്തിൻ്റെ തിരുവചനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഏതോ മനുഷ്യനെ രൂപാന്തരം നൽകുന്ന, സഹായം നൽകുന്ന, നിത്യജീവൻ നൽകുന്ന ആ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. ഞാൻ നിങ്ങൾക്കായി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ നിങ്ങളിതെപ്പോൾ കേൾക്കുന്നുവോ ആ സമയം മുതൽ നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ അവിടെ നിന്ന്, എൻ്റെ കർത്താവായ യേശുവേ എന്നിൽ വരണമേ, എനിക്ക് സമാധാനം, എൻ്റെ കുടുംബത്തിൽ സമാധാനം തരണമേ, നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി പറയാം, ആ സമയം ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞാനിവിടെ ആയിരിക്കുന്നത് പ്രാർത്ഥനയോടും ഉപവാസത്തോടുമായിരിക്കുന്നു.
അതുകൊണ്ട് ദൈവശക്തി വ്യാപരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ആഭിചാരത്താൽ മാന്ത്രികത്താൽ ബന്ധിക്കപ്പെട്ട കുടുംബമായിരുന്നു. എന്നാൽ യേശു വന്നു കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറ്റി എൻ്റെ പിതാവിൻ്റെ മദ്യപാനം പിടിച്ചു നിൽക്കുവാനിടയായി. ദാരിദ്ര്യം മാറി. എൻ്റെ സഹോദരിമാരെ വിവാഹമെല്ലാം ഏറ്റവും മാന്യമായി നടക്കുവാൻ ഇടയായി. ഒരു കാര്യം പറയാം, യേശു ക്രിസ്തു ഏത് പടകിൽ കയറിയോ ആ പടകിൻ്റെ ശൂന്യതയെ മാറ്റുന്ന ദൈവമാണ്. എൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു, ലോകരക്ഷകനായ ക്രിസ്തു എന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? എൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ഞാനും നശിപ്പിക്കും. മദ്യപിച്ചും പുകവലിച്ചും ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുപോലെ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ദുർചിന്ത, കൊലപാതകം, പിടിച്ചുപറി, വെറിക്കൂത്ത്, മദ്യപാനം, ആഭിചാരം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം ദൈവവചനം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കുവാനിടയത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ബൈബിൾ കിട്ടുമെങ്കിൽ, പുതിയ നിയമം കിട്ടുകയാണെങ്കിൽ നിങ്ങളത് വായിച്ചത് മുഴുവൻ വായിക്കണം. അത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു മതഗ്രന്ഥമല്ല, ഇത് ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി. ഞാൻ 24-ാമത്തെ വയസ്സിലാണ് ഈ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നത്. ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ താമസിച്ചു പോയല്ലോ ഈ രക്ഷിക്കപ്പെടുവാൻ. എന്നാൽ പ്രിയപ്പെട്ടവരെ, എനിക്കിന്ന് 61 വയസ്സുണ്ട്. ഈ 61 വയസ്സ് കാലത്തോളം ദൈവം എന്നെ കാത്തുപരിപാലിച്ച് ഒന്നിനും കുറവില്ലാതെ. ഇറങ്ങിയപ്പോൾ അല്പമൊക്കെ ഞെരുക്കം പ്രയാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടായിരുന്നു. യെശയ്യാ 49-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവർ മറന്നാൽ നിന്നെ ഞാൻ മറക്കില്ല, നിന്നെ എൻ്റെ ഉള്ളംകരത്തിൽ വരച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്ത ആ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ വാഴ്ത്തുന്നു. കർത്താവേ, ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ചും ദൈവമേ സ്തോത്രം. അല്പസമയം അറിയിക്കുവാൻ ദൈവം സഹായിച്ചു. കേൾവിക്കാരായ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ദൈവം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാതെ ദൈവമേ മാനസികമായി ഭാരപ്പെടുന്നവർ, തലമുറയെ ഓർത്ത്, പിതാക്കന്മാരെ ഓർത്ത് ഭാരപ്പെടുന്നവർ, മദ്യത്തിലും മയക്കുമരുന്ന്, അങ്ങനെ തലമുറയെ ഓർത്ത് ഭാരപ്പെടുന്ന അവരുടെ ജീവിതത്തിൽ അടിയാൻ പ്രാർത്ഥിക്കുന്ന നിമിഷം അതിൽ നിന്നൊരു വിടുതലുണ്ടാകട്ടെ. അവരെ ഭവനത്തോട് ബന്ധിക്കുന്നതായ എല്ലാ പൈശാചിക നുഖങ്ങളും യേശുവേ അങ്ങയുടെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും പിശാച് വരുന്നു. എന്നാൽ ഞാൻ വന്നത് ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ തരുവാനും വന്നു എന്ന് അരുളി ചെയ്ത കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അടിയനെ കേൾവിക്കാരായ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സമയം മുതൽ അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യമുണ്ടാകട്ടെ. ഏതെങ്കിലും വ്യക്തികളെ കർത്താവെ പൈശാചികത്താൽ ബന്ധിക്കപ്പെട്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയം അവരുടെ ബന്ധനം അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി അവരിൽ വ്യാപരിക്കട്ടെ. കർത്താവെ, അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതത്തക്കവണ്ണം ദൈവം അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ യാചന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.